ഇത് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബോയ് ഫ്രണ്ട് ഓർഡർ ചെയ്തൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബോക്സിൽ എന്തൊക്കെയാണോ നോക്കിയാലോ. ഒരു 3 ഐറ്റംസ് തന്നെയായിരുന്നു. ചോക്ലേറ്റ്, ഡയറി മിൽക്ക് സിൽക്കും, പിന്നെ ഫെറോറോയും ഫ്രെയിം, പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തൊരു ഹാമ്പർ ആയിരുന്നു കേട്ടോ. ഫ്രെയിം നമ്മളോട് പബ്ലിക് ആക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ സീക്രട്ട് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നമുക്ക് മലപ്പുറത്തേക്കായിരുന്നു കേട്ടോ. സോ വാലന്റൈൻസ് ഡേന്റെ തലേന്നായിരുന്നു ഒരു പണിമുടക്ക് കുടുങ്ങിയത്. സോ അതിന്റെ മുന്നേ തന്നെ നമ്മൾ കൊറിയറൊക്കെ അയച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതങ്ങ് ഗൾഫിൽ നിന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു. ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. തലേന്ന് വിളിച്ച് ഹലോ ശരണ്യല്ലേ, നാളേക്കൊരു കേക്ക് വേണം, വാലന്റൈൻസ് ഡേക്കാണ്, ഒരു ചെറിയൊരു കേക്ക് മതി, ഒരു 1/2 kg ബട്ടർ സ്കോച്ചിലാണ്. ഓക്കെ സെറ്റാക്കാം. പിന്നീട് രാവിലെ വിളിച്ചു പറയുന്നു അതിൽ കുറച്ചൊരു ചെറിയൊരു ഡയറി മിൽക്ക് കൂടെ സെറ്റാക്കണമെന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ അതും കൂടെ. അങ്ങനെ പിന്നെ എല്ലാം സെറ്റാക്കി ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആയിക്കോട്ടെ. വാലന്റൈൻസ് ഡേക്ക് ഡെലിവറി ഇല്ല എന്നൊക്കെ പറയുന്ന മോശല്ലേ. പിന്നെ അന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നാണല്ലോ ആരോ പറഞ്ഞത്. അങ്ങനെ പിന്നെ റിലയബിളായി നമ്മള് ഡെലിവറി ഒക്കെ ചെയ്തു. പിന്നെ വലിയ സർപ്രൈസ് ഒന്നും ആ ഫേസിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇൻ കേസ് ചിലപ്പം മൂപ്പരാതിയെ പറഞ്ഞിട്ടുണ്ടാവാം. നെക്സ്റ്റ് നമുക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടായിരുന്നു. ഇത് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ചോക്ലേറ്റ്, ദെൻ റൈറ്റിംഗ്, അവർ പറഞ്ഞ റൈറ്റിംഗ് ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ ടീഷർട്ടാണ് അത് അവർ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അഡ്രസ്സിലേക്ക്. ദെൻ ഫ്രെയിമും പിന്നെ ചെറിയൊരു പെർഫ്യൂമും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ച് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തൊരു ഹാമ്പർ ആയിരുന്നു. ഹാമ്പറിൻ്റെ കൂടെ ഒരു കേക്കും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളൊരു 1 kg നട്ടി ബൗളാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു മോഡലാണ്, അതുകൊണ്ട് എനിക്ക് ബഹുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹാമ്പറിന്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ. പിന്നെ ചെറിയൊരു വാലന്റൈൻസ് ഡേന്റെ നോട്ടും കൂടെ അതിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കേക്കിന്റെ ഡെക്കറേഷനിലേക്ക് കിടക്കാം. കുറേ ദിവസമായി ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് അയച്ചപ്പോൾ അവരും ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ അതിൽ നമ്മൾ ഫ്രഷ് ഫ്ലവറും അതേപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. മറ്റേ പീസ് എവിടെയെന്ന് ചോദിക്കേണ്ട, അതെല്ലാം അതിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലായിട്ട് വാലന്റൈൻസ് ഡേ എന്നുള്ള ടോപ്പറും കൂടെ വെച്ച് ദെൻ കംപ്ലീറ്റ് ആക്കി സെറ്റാക്കി അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പറഞ്ഞു. അപ്പം ബാക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫോളോയും കൂടെ ചെയ്യാത്തവരൊന്ന് ഫോളോയും കൂടെ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ ബൈ.